നമ്മളെ എയർപോർട്ടിൽ പോവുകയാണേ. എയർപോർട്ടില് ബാംഗ്ലൂർ എയർപോർട്ടാണ്. അപ്പൊ നമ്മളൊരു കയറിയ സ്ഥലം എവിടെ പോകണം? ഈ ഇപ്പൊ ഇവിടെ കയറിയ സ്ഥലത്ത് എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ കയറിയ ബസ്സേ അങ്ങ് എയർപോർട്ട് വരെ എത്തത്തില്ലായിരുന്നു, അതിൻ്റെ തൊട്ട് മുമ്പ് ഇറങ്ങും. പിന്നെ നമ്മൾ അവിടെ നിന്നൊരു ഊബറിൽ ടാക്സി എടുത്താണ് പോയത്. പിന്നെ അവിടെ കണ്ട കാഴ്ചകളാണ്. എയർപോർട്ടിൽ എത്തുന്നവരെ ഇങ്ങനെ തന്നെയാണല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാൻ രണ്ട് സൈഡ്. നൈസ് പ്ലേസ്. Where is the place? Your native place. Chennai. Okay. You are working. Are you working here? Huh? You are working. Akasha. Okay. Akash Airlines. We are basically Trivandrum in Kerala. We are settled in Elahandam, me and my husband. These are my parents. They just came to see the airport. He's working here in Pile, like the airport. Terminal 1. നല്ല ഭംഗി. ഇത് ടെർമിനൽ 1 അല്ലേ? ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്തു. ടെർമിനൽ 1ലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. കണ്ട നല്ല ഭംഗിയാണ്. എന്താ ഇത് ടെർമിനൽ 1, എയർപോർട്ടിന്റെ ടെർമിനൽ 1ലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതല്ല എന്താ ഭംഗി. അതാണ് ഞാനും പറഞ്ഞതാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. ഇത് എയർപോർട്ട് ടെർമിനൽ 1. അവര് കെട്ടി വെക്കും അവിടെ. കണ്ട ഇത് ടെർമിനൽ 1. എന്റെ പുറത്തൂടെ നമ്മൾ അകത്ത് കയറാൻ പറ്റില്ല, നമ്മൾ അതിനകത്ത് പാസഞ്ചേഴ്സ് അല്ലല്ലോ. അപ്പം നമ്മുടെ അവിടെ മിൽമ പോലെ കർണാടക സർക്കാരിന്റെ നന്ദിനി. ഈ നന്ദിനിക്ക് വലിയ വിലയില്ല. വലിയ വിലയില്ല വെച്ചാൽ സാധാരണ നന്ദിനി ചാർജ് ഇവിടെ നമ്മുടെ മിൽമ പാല് പോലെ അല്ലേ മോളെ? നമ്മുടെ മിൽമ പാല് പോലത്തെ ആണ് ഇവിടുത്തെ നന്ദിനിയുടെ പാല്. ഇതിനകത്ത് സ്റ്റാർബക്സ് അത് സ്റ്റാർബക്സ്. അവിടെ ഭയങ്കര വിലയാണ് കോഫിക്ക്. നമ്മളങ്ങനെ ബാംഗ്ലൂരിലെത്തി. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത്. ഞാൻ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ പോകുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഇത് ടെർമിനൽ 1ലാണേ. നല്ല ഭംഗിയാണ്. ഇവിടെ എല്ലാം ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അടിപൊളി വൈബാണ്. ഇത് കണ്ട നല്ല ഭംഗിയുണ്ട്. വാഴ പോലെയാണ് ഇതൊക്കെ. കണ്ട ഇത് നമ്മുടെ ഒരു വാഴ ചെടി പോലത്തെ ഒരു ചെടി. അത് നല്ല ഭംഗിയാണ്. അതിനകത്ത് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഒരു അട്രാക്റ്റീവായിട്ടാണ് നമുക്കതിൽ തോന്നിക്കുന്നത്. പപ്പ നടന്ന് കിടന്ന് ക്ഷീണിച്ച് അങ്ങനെ പപ്പ ബെഞ്ചിൽ പോയിരുന്ന് ഞാനും മോളും കൂടെ അവിടെയൊക്കെ നടന്ന് കണ്ട്. ഇതെല്ലാം ടെർമിനൽ 1ൻ്റെതാണ്. കുറേ കാണാനുണ്ട് അവിടെ എല്ലാം. നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ പോകുന്നത് ടെർമിനൽ 2ലോട്ടാണ്. ടെർമിനൽ 2ലോട്ട് പോകാനായിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. അവിടെ ബസ്സുണ്ട്, അതിനകത്ത് തന്നെ ബസ്സുണ്ട്. അതിന് നമുക്ക് പൈസയൊന്നും കൊടുക്കുകയൊന്നും വേണ്ട. ആ ടെർമിനൽ 2ലോട്ട് പോകാനായിട്ട് ഉള്ള സ്ഥലത്ത് അവിടെയാണ്. ഇപ്പോൾ എത്തും, കാണിച്ചു തരാം. ഇതാണ് അവിടെ ടെർമിനൽ 2ലോട്ട് പോകേണ്ട സ്ഥലമാണത്. അവിടെ വന്ന് നിൽക്കും. അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ബസ് വരും. അവിടെ ബസ് വരുമ്പോഴാണ് നമ്മൾ ടെർമിനൽ 2ലോട്ട് ആ ബസ്സിൽ കയറിപ്പോൾ അതിന് പൈസയൊന്നും കൊടുക്കുകയൊന്നും വേണ്ട. അതിൽ കയറി ഇത് ടെർമിനൽ 2 ആയി. കണ്ട ഭയങ്കര ഭംഗിയാണ്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ടെർമിനൽ 2 സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം ചൂരൽ കൊണ്ടാണ്
അതിലുള്ള ആ ഫ്ലവറൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് കാണേണ്ടത് തന്നെ, അത് കാണേണ്ട കാഴ്ചയുണ്ട്. ഇതുണ്ട് അതിൻ്റെ മേളിലോട്ട് നോക്കിക്കേ. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേനും മോനൊക്കെ വന്ന് പിന്നെ അവൻ അവിടെയൊക്കെ കൊണ്ടുതന്ന് നമ്മളെ പക്ഷെ അത് കാണും. കിട്ടാനും കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ടല്ലേ ഇവിടെ വരുമ്പോഴേക്കും? കിട്ടാനും കിട്ടാതിരിക്കാൻ ഒരു പ്ലെയിൻ പോകുന്നുണ്ട. അങ്ങനെ അവിടെയൊക്കെ നമ്മൾ കുറേ നടന്ന് കണ്ടിട്ട് നല്ല ഭംഗി അതിനകം കാണാൻ. പിന്നെ കണ്ടിട്ട് നമ്മളിങ്ങനെ തിരിച്ചു പോന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.